എന്താണ് സ്റ്റേക്ക് ഓംലെറ്റിന്റെ പ്രത്യേകത? നമ്മൾ ആദ്യം സ്റ്റേക്കിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യും, കുറച്ച് മസാലസ് ഒക്കെ ചേർത്തിട്ട്. എന്നിട്ട് അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും. അതിനുശേഷം നമ്മൾ അതിനകത്ത് കുറച്ച് മസാലയൊക്കെ ആഡ് ചെയ്യും. അതിനുശേഷം നമ്മൾ ടൊമാറ്റോ, സവാള, ചില്ലി, ഓംലെറ്റ് ആദ്യം. ബാക്കി ഇനി പറയണോ? ആദ്യം നമുക്ക് എന്തൊക്കെയാ വേണമെന്ന് പറ. ചേച്ചി പറഞ്ഞതുപോലെ മാരിനേറ്റ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്റ്റേക്ക് ഇവിടെ ബീഫ് റെഡിയാണ്. രണ്ടാമത് എഗ്ഗ് എന്തായാലും ഓംലെറ്റിന് എഗ്ഗ് മസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ള എഗ്ഗ് ഇവിടെ ഉണ്ട്. പിന്നെ ചില്ലി പൗഡർ, പിന്നെ പെപ്പർ പൗഡർ, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ലൈം, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ എന്താ പറയുക പച്ചമുളക്, ടൊമാറ്റോ, പിന്നെ ബാക്കി ഐറ്റംസ് എല്ലാം നമ്മൾ ഗാർണിഷിന് വേണ്ടി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ്. കാരണം ഇതൊരു പറഞ്ഞതുപോലെ അമേരിക്കൻ ഡിഷ് ആയതുകൊണ്ട് ഇത് ഗാർണിഷ് ചെയ്യാൻ കുറച്ച് സ്റ്റൈലിഷ് ആയിട്ട് നമ്മൾ അവക്കാഡോ വെച്ചിട്ടുണ്ട്, പാഴ്സ്ലി ഉണ്ട്, സൈഡ് ഡിഷായിട്ട് ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കുറച്ചൊരു പ്ലേറ്റിൽ ഒരു ഫുഡ് ആർട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ടൊമാറ്റോ സോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഗാർണിഷിന് വേണ്ടിയിട്ടുള്ള സെറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം ഈ മെയിൻ ഇൻഗ്രീഡിയൻറ്റിൽ ഇത് മിക്സായി പോകരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ എണ്ണ ചൂടായി, നമുക്കതിലേക്ക് വേവിച്ച് വെച്ച ബീഫ് അത് നന്നായിട്ട് എണ്ണയിലൊന്ന് നന്നായിട്ട് എന്താ പറയുക ഒന്ന് സ്റ്റിർ ഫ്രൈ ആവട്ടെ. ഒരുപാട് ഡീപ്പ് ഫ്രൈ വേണ്ട, ഒരു മീഡിയം ഫ്രൈ. നമ്മൾ ഇതിലേക്ക് ഒരു ലേശം ഉപ്പും കൂടെ ചേർക്കാം. കാരണം ഞാൻ നോക്കിയപ്പം ഉപ്പ് കുറവാണ്. അപ്പോൾ ഒരു ഇത്തിരി ഇനി നമ്മൾ ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ എഗ്ഗ് ബീറ്റ് ചെയ്യുമ്പോൾ അതിലും കൂടെ ഒരു ഇത്തിരി ഉപ്പ് ചേർക്കുമല്ലോ. നമ്മുടെ ഒരു കണ്ടസ്റ്റന്റ് വന്ന് നമ്മൾ ചെയ്യുന്ന രഹസ്യമായി സൈഡിൽ നിൽക്കുന്നു. ഇത് പറയാതെ തന്നെ ഇത് ഏത് കണ്ടസ്റ്റന്റ് നിങ്ങൾക്ക് മനസ്സിലായി കാണും. പുറകിൽ കൂടെ വരുന്നുണ്ട്. എന്താ പരിപാടി? ഇച്ചിരി മുളക് കൂടി എടുത്തിട്ട് കണ്ണിലിട്ട് കൊടുത്താലോ? ബീഫ് പ്രോട്ടീൻ ആണോ? ഐറ്റാണ്, പക്ഷെ നീ ഇത് കഴിക്കില്ലല്ലോ. ഭയങ്കര ഇഷ്ടമാണ്. അല്ല അതൊക്കെ പോട്ടെ, നീ ഇവിടെ വന്നു നിങ്ങൾ എന്താ ഉണ്ടാക്കുന്നത്? അത് പറയില്ല. കണ്ടാ, ഇതാണ് ഇവിടത്തെ അടുക്കളയിൽ വന്ന് എല്ലാം എത്തി നോക്കി എല്ലാം കണ്ടുപിടിച്ചിട്ട് പോകും. പ്രധാനമായിട്ട് ഇവനെ ഇവിടെ കയറ്റാൻ പാടില്ല എന്ന് പറയുന്നത് അറിയാം. അപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് ഇതിന്റെ മണം എല്ലാം പിടിച്ചു കഴിഞ്ഞാൽ അതിന്റെ ടേസ്റ്റ് അവിടെ തന്നെ പോയി. ഇതിന്റെ മണം പിടിക്കില്ല, മൂക്കടച്ചു. നമ്മള് വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐറ്റം വെക്കാൻ പോകും. ഹമ്പിൾ. ഇത് കഴിക്കണമെന്ന് അപ്പൊ ഇവനെ പോലെ അല്ല, ഇത് കഴിക്കണമെന്നൊരു ആഗ്രഹമുണ്ട്. എന്താണ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്നത്? അതിന്റെ സ്ട്രോബെറി പലപ്പോഴും ഇവിടെ ഈ കാഷ്യൂ എന്തെങ്കിലുമൊക്കെ സാധനം കൊണ്ടുവയ്ക്കുമ്പോഴേ പീനട്ടും കാഷ്യൂ ഒക്കെ നമ്മളിവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കൊണ്ടുവച്ചാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ ഉണ്ടാക്കാൻ വരുമ്പോൾ സാധനം കാണൂല. ഞങ്ങൾ ഇത് അന്വേഷിച്ച് അവസാനം ക്യാമറ ഫുൾ ചെക്ക് ചെയ്തു. പോയി അകത്ത് കയറി നമ്മൾ നോക്കി, ഇതാ കൺസോളിൽ കയറി നോക്കി, കള്ളനെ പിടി കിട്ടിയ ആരാണ്? ഞാനത് തോണ്ടി കാണിച്ചു. എന്റെ അടുക്കള ഇരിക്കുന്ന സാധനം ഞാൻ തന്നെ അടിച്ചു വരിക്കണോ? ശരി, തരാം, ചെയ്തിട്ട് തരാം. ശരിക്കും ഇപ്പൊ തന്നെ ആ തവയിൽ കിടന്ന് അതിങ്ങനെ മൊരിഞ്ഞ റോസ്റ്റ് ആയിട്ട് വരുമ്പോഴേ ഇപ്പൊ തന്നെ ഒന്ന് പറക്കിയെടുത്ത് കഴിക്കാൻ തോന്നുന്നു. നവീൻ ചുമ്മയല്ല പറഞ്ഞത് കേട്ടോ, മണം അടിച്ചിട്ടാ. സോ ആ സമയത്ത് നമുക്ക് എത്ര മുട്ട വേണം ചേച്ചി? ഒരു 4 മുട്ട എടുത്ത് 4 മുട്ട ബീറ്റ് ചെയ്തു. ഉപ്പ് ഭയങ്കര കാര്യമായ ഡിസ്കഷനിലാണല്ലോ. ഹലോ, ഗുഡ് ഈവനിങ്. ഹലോ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എന്തായി? മുട്ട കൂടോത്രം. എന്നെ ഓട്ടിക്കാനാണോ എന്തോ? മുട്ട അല്ലല്ലേ, ഇവര് വരുമ്പോ ഒരു മുട്ട നമ്മള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നില്ലേ ചോദിച്ചു. പക്ഷെ ചരട് ചെയ്തു. ചരട് നമ്മുടെ തേക്കില്ല. എത്ര ചരടാണ്. ഇപ്പൊ ഇത് പൊട്ടിക്കണോ? പൊട്ടിച്ചാൽ ഇപ്പൊ പൊട്ടും എല്ലാം. പൊട്ടിക്കട്ടെ. ഇത് മറ്റേ എന്നാ പിന്നെ പൊട്ടിച്ചിട്ടേ കാര്യമുള്ളൂ. ഇനി അതിവിടെ പടർന്ന് പിടിക്കും. എന്നെ വേണം. ബീഫാണ് ഇത്. മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് കുറയ്ക്കാൻ വേണ്ടി ആണോ? എന്നാ പിന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യട്ടെ. ഇല്ല പറയൂ ചേച്ചി. സ്റ്റേക്ക് ഓംലെറ്റാ. എല്ലാം മസാലയൊക്കെ ഓക്കെയാണോ? കൊള്ളാം. ഇങ്ങനെ തന്നെ കഴിക്കാം അല്ലേ? ഇങ്ങനെയും കഴിക്കാം. ഇനി മസാല വേണ്ട. അധികം നോക്കാൻ പാടില്ല, അല്പം നോക്കിയാലേ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. സ്റ്റേക്ക് ഓംലെറ്റ്. ഈ ബീഫ് കഴിച്ചപ്പോഴേ നമ്മൾ വെറുതെ ഇതിങ്ങനെ കുറിക്കാൻ തോന്നും. തരില്ല. ആഗ്രഹം പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കൊടുക്കണ്ട. പുറത്ത് എനിക്ക് തോന്നുന്നു യുഎസ്എയിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രഞ്ച് ആണ് അവരുടെ മെയിൻ ഒരു ഡിഷ് ആയിട്ട് കഴിക്കുന്ന ഒരു സാധനം. ശരി, പോയിട്ട് വരാം. ശരി, അപ്പൊ നമുക്ക് അങ്കത്തന്നെ വെച്ച് കാണാം. ശരി, വീണ്ടും. താങ്ക് യു. വെൽക്കം.
ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ടാസ്ക് എന്ന് പറയുന്നത് നമ്മളിത് ഫില്ല് ചെയ്യുന്ന സാധനങ്ങളാവുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഇത് പൊട്ടാതെ കറക്റ്റ് ആ ഫോമിൽ കിട്ടണം. ചേച്ചിക്ക് അത് വന്നപ്പോഴേ ഒരു ടെൻഷൻ വന്ന് നീ ഇത് ഫില്ല് ചെയ്യും. ഇത് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി. നമ്മൾ വീട്ടിലൊക്കെ ചെയ്യും, പക്ഷേ ഒരു കോമ്പറ്റീഷൻ എസ്പെഷ്യലി ഇവിടെ സൈഡിന്റെ ഷേപ്പ് പോയി, അളവ് പോയി, ഇതൊക്കെ പറയുന്നോണ്ടാണ് ഈ ടെൻഷൻ എന്ന് തോന്നുന്നത്. ഞങ്ങളുടെ ഈ പ്രോസസ്സിന്റെ ഒരു പ്രധാന ടാസ്ക് എന്ന് പറയുന്നത് ഈ നോൺ സ്റ്റിക് പാനിൽ നിന്ന് വൺ സൈഡ് കുക്ക്ഡ് ആയിട്ടുള്ള ഓംലെറ്റിനെ ഇങ്ങോട്ട് ആ ഷേപ്പ് പൊട്ടാതെ ഇങ്ങോട്ട് എടുക്കുക. അടുത്ത നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത് ഭഗവാനെ ശബരിമല മുറ കാത്തോണേ പൊട്ടല്ലേ പൊട്ടരുതേ. സക്സസ്. ജസ്റ്റ് ഒന്ന് ആയാൽ മതി കേട്ടോ, ഓവർ കുക്ക്ഡ് ആവണ്ട. ആ സൈഡ് ഏത് സൈഡാ ഫില്ല് ചെയ്യുന്ന? ആ സൈഡാണ് അവിടെയാണ് ഫില്ല് ചെയ്യുന്നത്. കറക്റ്റ്. ദീപൻ പ്രത്യേകതരം സ്റ്റഡിയൊക്കെ ചെയ്തിട്ട് വന്നതാണ്. പകുതി പുറത്ത് കാണണമെന്ന് പറഞ്ഞു, ചീസൊക്കെ പുറത്ത് കാണണമെന്ന്. ബാക്കി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ബാക്കി ഐറ്റംസ് ഒക്കെ റെഡിയാക്കുകയാണ്. അവക്കാഡോ. അപ്പോൾ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഗൈസ്, അങ്ങനെ നമ്മുടെ സ്റ്റേക്ക് ഓംലെറ്റ് ഇവിടെ ഓൾ സെറ്റാണ്. നമ്മുടെ ഫൈനൽ ഗാർണിഷിംഗ് പരിപാടിയിലേക്ക് നമ്മൾ പോവുകയാണ്. അതായത് നമ്മൾ സോസ്, ടൊമാറ്റോ സോസ് വെച്ച് ജസ്റ്റ് ഒരു ലൈൻ, നമ്മുടെ ഫൈനൽ ഡെക്കറേഷൻ്റെ പരിപാടിയാണ്. വളരെ ഹെൽത്തിയാണ്, ഈസി ആയിട്ടും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. അടിപൊളി. അങ്ങനെ നമ്മുടെ സ്റ്റേക്ക് ഓംലെറ്റ് റെഡി ആയി കഴിഞ്ഞു. ഓംലെറ്റ് അതെന്താ സംഭവം വെച്ച് കഴിഞ്ഞാൽ, യമുന ചേച്ചി ഇത് ഓംലെറ്റ് ആണെന്ന് വീട്ടിൽ പറഞ്ഞ് തെറ്റിച്ച് അവസാനം ദേവേട്ടൻ പറഞ്ഞു നീ അവിടെ ചെന്നത് തെറ്റിക്കരുത് എന്ന് പറഞ്ഞ് എംബോസിഷൻ എഴുതിപ്പിച്ചു ഓംലെറ്റ് എന്ന് പറയണമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് പ്രസന്റ് ചെയ്തപ്പോൾ ആദ്യമേ ഓംലെറ്റ്. അപ്പോൾ അവിടെ ഇരുന്നപ്പോൾ ഞാൻ ഇപ്പോൾ വിളിച്ചു പറഞ്ഞു ചേച്ചി എന്താണ് ഓംലെറ്റ്. ചേച്ചി എന്താണിത് പോരട്ടെ? എന്ത് ഒരുമിച്ച് ഇത് സ്റ്റേക്ക് എന്ന് പറഞ്ഞ പേരിടാൻ കാരണമല്ല. അല്ല, ഇത് ശരിക്കും അമേരിക്കൻ ഒരു ഡിഷാണിത്. സ്റ്റേക്ക് ഓംലെറ്റ് എന്ന് തന്നെയാണ്. കാരണം അവരുടെ ഒരു പ്രധാനപ്പെട്ട ബ്രേക്ക്ഫാസ്റ്റ് അല്ലെങ്കിൽ ബ്രഞ്ചാണ് സ്റ്റേക്ക് ഓംലെറ്റ്. പിന്നെ അതിനകത്ത് എടുത്തു പറയേണ്ടത് അമേരിക്കൻ വാറിന് മുന്നേ ഉള്ള അവരുടെ ഒരു മെയിൻ മീലാണിത്. അപ്പോൾ അത് ആ ഒതന്റിക് ആയിട്ട് നമ്മൾ ആ ഫോമിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പീസോ, ഈ ബീഫിന്റെ പീസ് ഏതായിരുന്നു ഉപയോഗിച്ചത്? ബീഫിന്റെ നമുക്ക് സ്റ്റേക്ക് പീസ് കിട്ടിയില്ല. സ്റ്റേക്ക് പീസ് ആകുമ്പോൾ കുറച്ചുകൂടെ തിൻ ലെയറിൽ നമുക്ക് കിട്ടും പീസായിട്ട്. അതിനെ എന്നിട്ട് നമ്മൾ തിന്നായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇത് സ്റ്റേക്ക്. പക്ഷെ നമുക്ക് ഇവിടെ കിട്ടിയത് ഈ നോർമൽ ബീഫ്, ചെറിയ ചെറിയ പീസ് നമ്മൾ കിട്ടിയില്ലേ, അതാ കിട്ടിയത്. അപ്പൊ ഇതിന്റെ കൂടെ നമ്മൾ ഈ ബ്രെഡ് വെച്ചിട്ടുണ്ടല്ലോ, ബ്രെഡും അവക്കാടയും പിന്നെ ഈ സോസ് എന്താ കൊടുത്തിരിക്കുന്നത്? ടൊമാറ്റോ കെച്ചപ്പ്. അവക്കാട വെക്കാൻ കാരണം അതൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്, ഒരു ബ്രഞ്ച് ആയതുകൊണ്ട് ആ മീലിലും ആഡ് ചെയ്തു. അപ്പൊ എല്ലാം കൂടെ ആഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രഞ്ച് ആയിട്ടാണ് ഇതിനെ എന്നാലും കൊള്ളാം സാധനം. താങ്ക് യു സോ മച്ച്.
ബീന ചേച്ചി പറഞ്ഞ കണക്ക് കൊല്ലാതെ വിട്ടു. അതിന്റെ ഒരു സമാധാനം രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ട്